ഞാൻ ഫാദർ തോമസ് വടക്കേൽ, പാലാ രൂപതയിലെ വൈദികനാണ്. ഇപ്പോൾ കോട്ടയത്തുള്ള വടവാതൂർ സെയിൻറ്റ് തോമസ് അപ്പസ്റ്റോളിക് സെമിനാരിയിലെ പൊണ്ടിഫിക്കൽ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിലീജിയസ് സ്റ്റഡീസിൽ ദൈവശാസ്ത്ര വിഭാഗത്തിൽ വിശുദ്ധ ഗ്രന്ഥ അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുന്നു. ഈ ശുശ്രൂഷയോടൊപ്പം തന്നെ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ CBCIയുടെ ഓഫീസ് ഫോർ ഡോക്ടറിൻ്റെ സെക്രട്ടറിയായും കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിലിൻ്റെ KCBCയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയായും ശുശ്രൂഷ ചെയ്യുന്നു. ഈ ശുശ്രൂഷകൾ ചെയ്തു വരവെയാണ് പുതുതായി ഒരു നിയമനം കൂടി ലഭിച്ചിരിക്കുന്നത്. വറ്റിക്കാനിലെ ജോസഫ് റാറ്റ്സിംഗർ ബെനഡിക്റ്റ് 16 വറ്റിക്കാൻ ഫൗണ്ടേഷൻ ഒരു ഇൻ്റർനാഷണൽ കമ്മിറ്റി ഈ അടുത്ത് രൂപീകരിക്കുകയുണ്ടായി. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പായുടെ ജന്മശതാബ്ദിയോട് അനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ക്രമീകരിച്ച് ഏകോപിപ്പിച്ച് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻ്റർനാഷണൽ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. ഈ കമ്മിറ്റിയുടെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ജോസഫ് റാറ്റ്സിംഗർ ബെനഡിക്റ്റ് 16 വറ്റിക്കാൻ ഫൗണ്ടേഷൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഫെഡറിക്കോ ലൊംബാർദിയാണ് ഈ നിയമനം അറിയിച്ചത്. തമ്പുരാന് പ്രത്യേകം നന്ദി പറയുന്നു. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ദൈവശാസ്ത്രജ്ഞനാണ്. ഗഹനമായ കാര്യങ്ങളെ എല്ലാ തരത്തിലും എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഏറെ പരിശ്രമിച്ചിട്ടുണ്ട്. സത്യവിശ്വാസത്തോടും യഥാർത്ഥ ദൈവശാസ്ത്ര പ്രബോധനങ്ങളോടും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും കാണിക്കാതെ കൃത്യമായിട്ടുള്ള പ്രബോധനങ്ങൾ നൽകാൻ ഏറെ ശ്രദ്ധിച്ചിരുന്ന വ്യക്തിയാണ് പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ. ജോസഫ് റാറ്റ്സിംഗർ എന്ന ദൈവശാസ്ത്രജ്ഞൻ്റെ കഴിവുകൾ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ വളരെ വ്യക്തമാണ്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പുറപ്പെടുവിച്ച മനോഹരമായിട്ടുള്ള ചാക്രിക ലേഖനങ്ങളുണ്ട്. ദേവൂസ്, കാരിത്താസ് എസ്, സ്പേ സാൽവി, കാരിത്താസ് ഇൻ വേരിതാത്തെ തുടങ്ങിയ മനോഹരമായിട്ടുള്ള ചാക്രിക ലേഖനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര ദർശനങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം എഴുതിയിരിക്കുന്ന ദ സ്പിരിറ്റ് ഓഫ് ലിറ്റർജി, എസ്കറ്റോളജി തുടങ്ങിയ ഗ്രന്ഥങ്ങളെല്ലാം ഏറെ പ്രശംസനീയമാണ്. ഈ വിഷയങ്ങളെക്കുറിച്ചെല്ലാം കൂടുതൽ പഠിക്കുന്നതിനും അനേകരിലേക്ക് ദൈവശാസ്ത്ര ചിന്തകൾ കൈമാറുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ഒരു ഇൻ്റർനാഷണൽ കമ്മിറ്റി പ്രകാരം രൂപീകരിച്ചിരിക്കുന്നത്. 2027 ഏപ്രിൽ മാസം 16 പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പായുടെ ജന്മത്തിൻ്റെ 100 വർഷങ്ങൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര ദർശനങ്ങൾ എല്ലാവരിലേക്കും കഴിയുന്ന അത്രയും എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫൗണ്ടേഷൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം. ഈ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കാൻ ദൈവം അനുഗ്രഹം നൽകട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. ഈ ശുശ്രൂഷയിലേക്ക് എന്നെ നയിക്കുന്ന കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ എല്ലാ അധികാരികളോടും, അതോടൊപ്പം തന്നെ എൻ്റെ രൂപതയുടെ അധ്യക്ഷൻ അഭിവന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനോടും ഈ സമയം ഞാൻ എൻ്റെ ഹൃദ്യമായിട്ടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാനായിട്ട് അവിടുന്ന് എല്ലാ കൃപകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.